ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് സ്റ്റാർട്ടിങ് നമുക്കൊരു മുത്തശ്ശി കേക്കുമായിട്ട് വരാം. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ ആ ഒരു കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യുമ്പം ഒന്ന് ജസ്റ്റ് ക്യാമറയ്ക്ക് ഫേസ് ചെയ്തിട്ട് കേക്ക് വെക്കണേ എന്നുള്ളത്. എല്ലാ കൊല്ലം ഒരുപോലെ തന്നെ കേക്ക് കിട്ടിയാൽ പിന്നെ ആ ഭാഗം അങ്ങോട്ട് മറക്കും. സോ എൻ്റെ കസ്റ്റമർക്കും അതേപോലെ തന്നെ വീഡിയോ കാണുന്നവർക്കും അറിയാം, ഞാനിപ്പോൾ കുറച്ചായിട്ട് ഈ കേക്കിൻ്റെ 250 ഗ്രാമും അതേപോലെ തന്നെ 500 ഗ്രാമും ഉള്ളത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓർഡേഴ്സ് 1 kg ആൻഡ് എബവ് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. സോ ഇത് കസ്റ്റമറോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ കുറേ പറഞ്ഞു, അന്നാണെങ്കിൽ വീട്ടിൽ ചെറിയൊരു വർക്കും കാര്യങ്ങളും പിന്നെ ക്ലാസ് അത് ഇതെന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ല ബിസി ആയിരുന്നു. ഞാൻ പറഞ്ഞു ഒന്നാമത് അവർക്കൊരു 1/2 kg മതി എങ്കിൽ വെറുതെ ഒരു 1 kg ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആവണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവരോട് പുറത്തുനിന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. സോ അവർ പറഞ്ഞത് എനിക്ക് നന്നായി ഫീൽ ചെയ്തു. ഒന്നാമത് അവർ സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മുടെ അടുത്ത് തന്നെയാണ് എല്ലാ കേക്ക്സും ഓർഡർ ചെയ്യുന്നത്. എഗ്ലെസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു നോക്കി, ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, 1 kg തന്നെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഫ്ലേവറും ഡിസൈനും ഒക്കെ അവരുടെ മോളാണ് പറയാറ്. അങ്ങനെ ഞാൻ അവളുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പം അവർ ഓരോരോ ഫ്ലേവർ വരുമ്പോൾ അവർ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സ്വന്തം കസ്റ്റമറാണ്. അപ്പം 1 kg അവർ ഓർഡർ ചെയ്തത് എഗ്ലെസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു. ഹണി ആൽമണ്ട് കേക്കായിരുന്നു കേട്ടോ. അപ്പം ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ കുറച്ച് ഒരു മുത്തശ്ശി തീമിൽ വരുന്ന കുറച്ച് പ്രിൻറ്റും പിന്നെ കുറച്ച് ഫ്ലവർ ലീഫ്, ദെൻ ആ ഒരു എന്താ പറയുക ഏജ്, ദെൻ റൈറ്റിങ്, ദെൻ കുറച്ച് ഷുഗർ ബോൾസ്. ഇതായിരുന്നു സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് സെറ്റാക്കിയെടുത്തൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആയോ, ഇനി നമുക്ക് നെക്സ്റ്റ് കേക്കിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ കോളേജിലുള്ളൊരു ഫ്രണ്ടിൻ്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് 60th ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയെടുത്തൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പം ആൾ വിളിക്കുന്നത് എപ്പോഴാണെന്നറിയോ? വൈകിട്ട് ഒരു കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അന്ന് വേറൊരു വർക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ അവൾക്കൊരു നമ്പർ കോണ്ടാക്റ്റ് കൊടുത്തു. നമ്മളവിടെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിൽ ഉള്ള ആൾ അവിടെ അവളെ വീട്ടിൻ്റെ അടുത്താണ്. അപ്പം അവരെ കോണ്ടാക്റ്റ് കൊടുത്തപ്പം അവർ ഷോപ്പ് ഇവിടെയാണല്ലോ വരുന്നത്. അപ്പോൾ അവർ ഷോപ്പിൽ നിന്നാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവൾക്ക് പിന്നെയും ബുദ്ധിമുട്ടായി. അങ്ങനെ പിന്നെ അവൾ എന്നെ തിരിച്ചു വിളിച്ചു. നീ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് സെറ്റായി തരാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ പിറ്റേന്ന് രാവിലെ അമ്മയുടെ വീട്ടിലൊന്ന് പോകാനുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാനാ, വേറെ ഒന്നും ചെയ്യണ്ടേ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് അവളെ വർക്ക് സെറ്റാക്കി. അങ്ങനെ ഒരു കുറച്ച് ടൈമേ നമുക്കത് കേക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഒന്നാമത് ട്രാവൽ ചെയ്യാനും കുറച്ച് ദൂരമുണ്ട്, അറൗണ്ട് ഒരു 10 kilometers ഉണ്ട്. അപ്പോൾ എനിക്ക് അവിടെ അവളെ വീട്ടിൽ കേക്ക് കൊടുത്തിട്ട് വേണം എനിക്ക് അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ. മീഞ്ചന്തയാണ് വരുന്നത്. അപ്പോൾ 2 സ്ഥലത്തും 10 മണി 11 മണി ഒരു ടൈമിലായിരുന്നു പരിപാടി. സോ അമ്മയുടെ വീട്ടിലേക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണമല്ലോ, ബസ്സിനായിരുന്നു. ഇവക്ക് അവിടെ കേക്ക് കൊടുത്തിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവർക്കാണെങ്കിൽ പരിപാടി ഉള്ള ടൈമിൽ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാവില്ല. പിന്നെ അവൾക്ക് വന്നെടുക്കാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവിടെ സേഫായിട്ട് ലാൻഡ് ചെയ്യിപ്പിച്ചു. ദെൻ ഞാൻ റിട്ടേൺ അടിച്ചു. അപ്പോൾ ഞാൻ മുന്നേ ഒരു വർക്ക് ചെയ്തുകൊണ്ട് ആയിരുന്നു ഇവിടെ കോൾ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സോ ഈ ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ ഇത്. സോ ഓർഡർ നമ്മളുടെ റെഗുലർ കസ്റ്റമർ ത്രൂ തന്നെയായിരുന്നു. അപ്പം ചേളന്നൂരേക്കായിരുന്നു കേട്ടോ. സോ കേക്ക് വരുന്നത് 3.5 kg ബട്ടർ സ്കോച്ച് ആയിരുന്നു ഫ്ലേവർ. 3 ടയർ ആയിട്ടാണ് ചെയ്തത്. 3 ടയർ ഇപ്പോൾ കുറവാണ് കേട്ടോ. പക്ഷേ വരികയാണെങ്കിൽ അത് ഡമ്മി ആയിരിക്കും ഉണ്ടാവുക, താഴത്തെ പോർഷനൊക്കെ. സോ ഇത് പിന്നെ ഫുള്ളും കേക്ക് തന്നെയായിരുന്നു. അപ്പോൾ കപ്പ് കേക്കും പോപ്പുമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഒരു 6 കപ്പ് കേക്കും 6 പോപ്പും. അപ്പോൾ കപ്പ് കേക്ക് നമ്മൾ സെറ്റാക്കി വെച്ചു.
ഇനി നമുക്ക് കേക്കിൻ്റെ പരിപാടിയിലേക്ക് തുടങ്ങാമല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റാക്കിംഗ് ആണ്. അപ്പോൾ 3 ടയറും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഡെക്കറേഷൻ്റെ കഥ പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക, നിറഞ്ഞു കിടക്കുന്ന കേക്ക്, ഒരു ആഡംബര കേക്ക്, നമ്മൾ മുന്നൊരു കേക്ക് ചെയ്ത പോലുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. അത്യാവശ്യം വർക്ക് അവർ പറഞ്ഞ പോലെ പറഞ്ഞതിനേക്കാട്ടും കുറച്ചുകൂടെ കൂടുതൽ സെറ്റാക്കി എടുത്തൊരു കേക്കായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം റെയിൻബോ, അത് ഫോണ്ടനിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റെയിൻബോന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ചെറിയൊരു ബട്ടർഫ്ലൈയും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ വാവയുടെ നെയിം, ദെൻ കുറച്ച് ഫോക്സ് ബോൾ താഴെയും മുകളിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അവർ കളറ് ഏകദേശം ഡാർക്ക്, ഞാൻ എല്ലാ കസ്റ്റമറോടും എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഡാർക്ക് അധികം നല്ലതല്ല. പിന്നെയെന്ന് പറയാൻ കയ്യിൽ നിന്നൊന്നും അധികം അങ്ങോട്ട് പോവില്ല, കുറച്ച് കഴിയണം അത് പോകണമെങ്കിൽ. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മളെ കഴിക്കുന്നത്. അതും കൂടി ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. അപ്പോൾ കളർ അവർക്കായൊരു കളർ തന്നെ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാനും പറഞ്ഞു മാക്സിമം ഡാർക്ക് അത്ര ഡാർക്കിലേക്ക് എത്തിക്കാൻ കഴിയില്ല, അവർ നോക്കിയിട്ട് കുഴപ്പമില്ല എന്നും പറഞ്ഞു. ദെൻ എല്ലാം സെറ്റാക്കി, എല്ലാം ഇല്ല ഓരോന്നോരോന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 1 എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ തന്നെയാണ് കേട്ടോ, പറയാൻ വിട്ടുപോയി. ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ ഫസ്റ്റ് ഓർഡറാണ്. സോ ഫ്ലവേഴ്സൊക്കെ വെച്ചു. ദെൻ ഈ വൈറ്റ് ഫ്ലവർ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയൊരു ഫ്ലവറാണ് കേട്ടോ. അത് കണ്ടപ്പോഴേ എനിക്കങ്ങോട്ട് ബോധിച്ചു. ദെൻ ഞാനൊന്നും നോക്കിയില്ല, അങ്ങ് മേടിച്ചു. അപ്പോൾ നല്ല രസമാണ്, ഒരു കുഞ്ഞു ഫ്ലവർ ഇങ്ങനെ കേക്കിലൊക്കെ വെക്കുമ്പം അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ടാവും കേക്കിന്. പിന്നെ ഇനി ബട്ടർഫ്ലൈസ്, വാവയ്ക്ക് ബട്ടർഫ്ലൈസ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. സോ ആ ഒരു കളറിൻ്റെ തീമിൽ ബട്ടർഫ്ലൈയും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പണിയും ഏകദേശം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു മിസ്സിങ് കേട്ടോ. എന്തോ ഒരു പെട്ടെന്ന് നോക്കുമ്പോൾ അതിനൊരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ തോന്നി. അങ്ങനെ പിന്നെ ബട്ടർഫ്ലൈസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ച ശേഷം നമ്മൾ ഫൈനൽ ടച്ച് ബീഡ്സ് കൊണ്ടുള്ള കളി, അത് വിട്ട് വേറെ കളിയില്ല. അങ്ങനെ അതും കൂടെ വന്നപ്പം കേക്ക് ഒന്നും കൂടി ഒന്ന് ഭംഗിയായി എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. സോ കേക്കിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പൂപ്പിൻ്റെ നമുക്ക് ഷോർട്സിൽ സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് കേക്കിലേക്ക് കിടക്കാം. നെക്സ്റ്റ് കേക്ക് വന്നിട്ട് നമ്മളുടെ റെഗുലർ കസ്റ്റമറാണ്, വീട്ടിൻ്റെ അടുത്താണ്. അപ്പം അവരുടെ ഏട്ടൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ലാസ്റ്റ് കേക്ക് വാങ്ങിയത് അവരെ മോൻ്റെ ബർത്ത്ഡേക്ക് ആയിരുന്നു. അത് തണ്ടർ കോക്കനട്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. മൂവിങ് ആയിട്ടുള്ളൊരു ഫ്ലേവറും കൂടെയാണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ മതി, വേറെ ഫ്ലേവറൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ തണ്ടർ കോക്കനട്ടുള്ള ഓർഡർ ചെയ്യുന്ന കസ്റ്റമറോട് ഒരു ഫ്ലേവറും കൂടെ നോക്കി വെക്കാൻ പറയും. ഇൻ കേസ് ഇനി തണ്ടർ കിട്ടിയിട്ടില്ലെങ്കിൽ പണിയാവുമല്ലോ, അതുകൊണ്ട് ഞാൻ നോക്കി വെക്കാൻ പറയാറുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് ഇത് സെറ്റായി കിട്ടിയത് കൊണ്ട് അതിൽ തന്നെ ചെയ്തെടുത്തായിരുന്നു കേട്ടോ. എന്താ ഇനി പറയുക, നെറൂട്ടോയോ, അങ്ങനെ എന്തോ ഒരു ആള്. നമുക്ക് ഈ കാർട്ടൂണായിട്ട് വലിയ പിടുത്തമില്ല. അങ്ങനെ നമ്മൾ പ്രിൻ്റ്, അതാണ് ഒന്നൊന്നര ടാസ്ക്. പെട്ടെന്നുള്ളൊരു ഓർഡർ ആയതുകൊണ്ടും പ്രിൻ്റ് പെട്ടെന്ന് എടുക്കേണ്ടത് ഉണ്ടായതുകൊണ്ടും നമ്മൾ ഈ ഒരു ഒന്നാമത് ഈ കാർട്ടൂണിൻ്റെ പേര് പോലും ഓർമ്മയില്ല. അവർ കോൾ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഓർത്തില്ല. കിട്ടുമെന്ന് വിചാരിച്ച് കുറേ സ്പെല്ലിങ് ഇട്ട് കുറേ കുത്തി എവിടുന്ന്. അങ്ങനെ പിന്നെ ഒന്നുകൂടെ വിളിച്ചു, വേറെ രക്ഷയില്ലല്ലോ. അങ്ങനെ വിളിച്ച് നെയിമൊക്കെ സെറ്റാക്കി. അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഒരു പ്രിൻ്റാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ആളൊരു നെറൂട്ടോ ഫാനാണ്. സോ അവർക്ക് അഡീഷണൽ പ്രിൻറ്റും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് തന്നെയായിരുന്നു കേട്ടോ നമ്മളുടെ നഴ്സറിയുടെ ഉദ്ഘാടനം. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട്, പോകുന്ന ടൈമിൽ ഡെലിവറിയൊക്കെ പോകുന്ന ടൈമിലൊരു നഴ്സറീൻ്റെ പറയാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു കേട്ടോ. ക്ലാസ് ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് വരുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തു. ഞാനും ഇവിടെയൊക്കെ പഠിച്ചതായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ഓർഡറിലേക്ക് കിടക്കാം അല്ലേ.
ഇത് നമ്മളുടെ വീട്ടിനടുത്തേക്ക് തന്നെയാണ്. എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു. ഒരു 2 kg വൈറ്റ് ഫോറസ്റ്റ് ആണ്. നമ്മൾ അത്യാവശ്യം ടോളാക്കി ചെയ്തൊരു കേക്കായിരുന്നു കേട്ടോ. സോ നമ്മൾ സ്റ്റാക്ക് ചെയ്യാണ്. ഇത് നമ്മളുടെ റെഗുലർ കസ്റ്റമർ തന്നെയാണ്. പിന്നെ നമ്മൾ അടുത്ത ഡെക്കറേഷൻ, എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തതിൽ എൻ്റെ ഒരു ഓർമ്മ വെച്ച് ശരിയാണെങ്കിൽ ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക എൻഗേജ്മെൻ്റ് ആണെങ്കിലും വെഡ്ഡിങ് കേക്കിലാണെങ്കിലും ഈ ഒരു ബോർഡറിൽ ഇതുവരെ ട്രൈ ചെയ്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തോ എനിക്ക് കുറച്ച് ലൈക്കായിട്ടുണ്ട്. അങ്ങനെ അവരയച്ചു തന്ന ഡിസൈനിൽ സെറ്റാക്കാമെന്നാണ് പറഞ്ഞത്. ഫ്ലവേഴ്സൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു. ദെൻ നമ്മൾ ചെറുതായിട്ടൊരു ബോർഡർ ക്രീം കൊണ്ട് താഴെയും മുകളിലായിട്ട് സെറ്റാക്കി കൊടുത്തു. എന്നിട്ട് ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. നമ്മളുടെ ഒരു ഗോൾഡൻ ഡസ്റ്റിൻ്റെ ഇത് നമ്മളതിൽ ജസ്റ്റ് സ്പ്രേ പോലെ സെറ്റാക്കി കൊടുത്തു. ഇനി കുറച്ച് ഫ്ലവേഴ്സ്. അവർ ഡ്രസ്സിൻ്റെ കളറ് നല്ല ഡാർക്ക് ഗ്രീനാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് കളി കളിച്ചാലും നമുക്ക് ഫ്ലവറിൽ അത് കിട്ടാൻ ചാൻസ് കുറവായതുകൊണ്ട് ഫുള്ളും വൈറ്റിൽ തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൽ ഒരു ഞാനിപ്രാവശ്യം 2-3 വെറൈറ്റി ഫ്ലവേഴ്സൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തോ ലൈക്കായി ഞാനങ്ങ് മേടിച്ചു. അങ്ങനെ അതും സെറ്റാക്കി. പിന്നെ അവരുടെ ഒരു ടോപ്പർ, ലെറ്റർ ടോപ്പർ ഉണ്ടായിരുന്നു. പിന്നെ നോർമൽ ഒരു ടോപ്പറും കൂടെ വെച്ച് കേക്കിൻ്റെ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായില്ല. കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഒന്ന് ആഡ് ചെയ്യാനുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് നമ്മൾ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെറിയൊരു കേക്കും കൂടെ ഉണ്ട്. മാമീൻ്റെ മോളെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കുറുമ്പോയിലേക്ക് വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ കുറച്ച് ജിപ്സം ഫ്ലവറും വാങ്ങിയിട്ട് ക്ലാസ് കഴിഞ്ഞ് ഇങ്ങ് പോന്നു. ഇനി ഫ്ലവറിൻ്റെ കളറൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞ റെഫറൻസിൽ സെറ്റാക്കി എടുത്തായിരുന്നു. ഒരു ടോപ്പറും കൂടെ വെച്ച് കേക്കിൻ്റെ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തു. സിമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു. കുറച്ച് ഫ്ലവർ ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ദെൻ ഇത് നമ്മളുടെ കസ്റ്റമർ ത്രൂ വന്നൊരു ഓർഡറായിരുന്നു. കാക്കൂരയ്ക്കാണ് കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 2 kg അല്ല 1.5 kg അത്യാവശ്യം ടോളാക്കിയിട്ട് സെറ്റ് ചെയ്തൊരു കേക്കായിരുന്നു. അപ്പോൾ കേക്ക് വന്നിട്ട് 1.5 kg എന്തായിരുന്നു തെണ്ടർ കോക്കനട്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓർഡർ അവർ ഉച്ചയ്ക്ക് ആകുമ്പോഴായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ സെറ്റാക്കിയത് കേട്ടോ. അപ്പോൾ കേക്ക് ഒരു എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഒരു വൈറ്റ് ആൻഡ് ഗ്രേപ്പ് വൈന് കളറൊക്കെയാണെന്ന് തോന്നുന്നു. എന്തരോ അങ്ങനെ ഫ്ലവറും ഒരു വൈറ്റ് ഫ്ലവേഴ്സും പിന്നെ ആ ഒരു കളറ് നമ്മൾ കുഞ്ഞി ഫ്ലവേഴ്സും കൂടി ഒന്ന് ആഡ് ചെയ്തു. ദെൻ കുറച്ച് ലീഫിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ചെറിയൊരു എൻഗേജ്ഡിൻ്റെ ടോപ്പറും കൂടി ഒന്ന് മുകളിലായിട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. സോ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്നും മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായ വർക്ക് ഏതാണെന്നും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. സോ നമുക്കിന്നൊരു കുഞ്ഞ് ഗിഫ്റ്റും കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ തന്നത് നമ്മളുടെ നെറൂട്ടോ ഫാനില്ലേ, അവൻ്റെ വകയായിരുന്നു കേട്ടോ. അപ്പോൾ ബിഗ് താങ്ക്സ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.